ഹായ് ഓൾ. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്ന ടോപ്പിക് ബെൻഡി മൊമെൻറ്റ് ഡയഗ്രാം ഓഫ് ദ ആർച്ച്. ഓക്കെ, ഇപ്പം നമ്മൾ നോർമൽ ബീം നമ്മൾ എടുക്കുകയാണെങ്കിൽ, നോർമലി സ്ട്രെയിറ്റ് ആയിട്ടുള്ള ബീം നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ ബീമിൽ വരുന്ന ബെൻഡി മൊമെൻറ്റിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം ആർച്ചിൽ വരുന്ന ബെൻഡി മൊമെൻറ്റ് കുറവായിരിക്കും. ഞാൻ ഓൾറെഡി നിങ്ങളെടുത്ത് ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അതായത് ആർച്ചിൽ ഒരു സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ആ സെക്ഷനിലേക്ക് ബെൻഡിങ് വരും, അതിൻ്റെ ഒപ്പം തന്നെ എന്തും കൂടി വരും, ആക്സിയൽ ഫോഴ്സും കൂടി വരും അല്ലേ. അതിൽ ആക്ട് ചെയ്യുന്ന ലോഡിനനുസരിച്ച് ആക്സിയൽ ഫോഴ്സും കൂടി, ആക്സിയൽ കംപ്രസീവ് ഫോഴ്സും കൂടി ഓരോ സെക്ഷനിലും വരും. അപ്പോൾ ആർച്ച് അതിൽ ആക്ട് ചെയ്യുന്ന ഒരു ലോഡിനെ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിയൽ ഫോഴ്സ് മുഖേനയും അതുപോലെ തന്നെ ബെൻഡിങ് മുഖേനയുമാണ്. അപ്പം അതിൽ വരുന്ന ബെൻഡിങ് മൊമെൻറ്റിൻ്റെ എമൗണ്ട് അല്ലെങ്കിൽ ബെൻഡിങ്ങിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് നോർമൽ ബീമിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. ഓക്കെ, ജസ്റ്റ് അതൊന്ന് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, ഇൻ ദ ആർച്ച് അറ്റ് എനി സെക്ഷൻ ഡി എക്സ് വൈ, ഓക്കെ, ഡി എന്ന് പറയുന്ന സെക്ഷനിൽ ദ ബെൻഡി മൊമെൻറ്റ് മേ ബി കാൽക്കുലേറ്റഡ് ആസ് ദ സം ഓഫ് മൊമെൻറ്റ് ഇൻ ആൻ ഇക്വലന്റ് ബീം മൈനസ് ഓർഡിനേറ്റ് ടൈംസ് ദ ഹൊറിസോണ്ടൽ. ഓക്കെ, ഇതെന്താ ക്ലിയർ ആയോ? ഇതെന്താ പറഞ്ഞെന്നുള്ളത്? ഓക്കെ, ഒരു സെക്ഷൻ ഡി, നമുക്കൊരു ഫിഗർ എടുക്കാം. ഓക്കെ, ഇതൊരു ആർച്ചാണ്. ആർച്ച്, അതിലൊരു സെക്ഷൻ ഡി നമുക്ക് കൺസിഡർ ചെയ്യാം. സെക്ഷൻ ഡി അല്ലെങ്കിൽ ഒരു പോയിന്റ് ഡി കൺസിഡർ ചെയ്യാം. ഈ ഡി എന്ന് പറയുന്ന പോയിന്റ് ഇപ്പം എക്സ് വൈ എന്ന് പറഞ്ഞത് ഇപ്പോൾ എ എന്ന് പറയുന്ന സപ്പോർട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു എക്സ് ഡിസ്റ്റൻസ് ഹൊറിസോണ്ടൽ മാറിയിട്ടും ഒരു വൈ ഡിസ്റ്റൻസ് വെർട്ടിക്കലും മാറിയിട്ടുമാണ് ഡി എന്ന് പറയുന്ന ഒരു കറസ്പോണ്ടിങ് പോയിന്റ് ഈ ആർച്ചിലുള്ളത്. ഈ ഒരു ഫിഗർ നോക്കുമ്പോൾ ഇതിൽ എന്താണ്, ഒരു പാരബോളിക് ആർച്ച് എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാം. പാരബോളിക് ആർച്ചാണ്. അതിൽ 3 ഹിഞ്ചിലാണ്, എ ബി സി 3 ഹിഞ്ചിലാണ്. അതിൻ്റെ സ്പാൻ എല്ലാണ്. അതിൽ വെർട്ടിക്കൽ റിയാക്ഷൻ, ഹൊറിസോണ്ടൽ റിയാക്ഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട് രണ്ട് സപ്പോർട്ടിലും. അതിൽ ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്, 2 പോയിൻ്റ് ലോഡും ഒരു യു ഡി എൽ ആക്ട് ചെയ്യുന്നുണ്ട്. പോയിൻ്റ് ലോഡ് W1 W2, അതേപോലെ യു ഡി എൽ W per യൂണിറ്റ് ലെങ്ത് എന്നുള്ള രീതിയിൽ ആക്ട് ചെയ്യുന്നുണ്ടെന്നുള്ള ജസ്റ്റ് ഒന്ന് കൺസിഡർ ചെയ്താൽ മതി. ഇതിൻ്റെ റൈസ് എന്ന് പറയുന്ന, സെൻട്രൽ റൈസ് എന്ന് പറയുന്നത് ആറാണ്, സ്മോൾ ലെറ്റർ ആറാണ്. ഓക്കെ, ഇത്രയും ജസ്റ്റ് നിങ്ങൾക്കൊരു ഐഡിയ ആയോ ആർച്ചിനെ പറ്റി? ഇപ്പോൾ നമ്മൾ ഒരു 3 ഹിഞ്ചഡ് ആർച്ച് ഇവിടെ കൺസിഡർ ചെയ്തു. അതിൽ എ ബി 2 സപ്പോർട്ടാണ്, സി എന്ന് പറയുന്ന സെൻറ്റർ പോയിൻ്റാണ്. ഓക്കെ, അപ്പോൾ ഈ ആർച്ചിൻ്റെ അകത്ത് ഡി എന്ന് പറയുന്ന ഒരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്തു, അല്ലെങ്കിൽ ഡിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സെക്ഷൻ എടുത്താലും മതി. ഓക്കെ, ഡി എന്ന് പറയുന്ന പോയിന്റ് അതെവിടെ വരുന്നത്, എ എന്ന് പറയുന്ന സപ്പോർട്ട് നെക്സ്റ്റ് ഡിസ്റ്റൻസ് മാറിയിട്ട് ഹൊറിസോണ്ടലി മാറിയിട്ടും വൈ എന്ന് പറയുന്നത് വെർട്ടിക്കലി മാറിയിട്ടുമാണ് വരുന്നത്. ഓക്കെ, ഇതിൻ്റെ ലോഡിങ് കണ്ടീഷനൊക്കെ ഇപ്പോൾ ഈ ഫിഗറിൽ കാണുന്നത് പോലെയാണ്. ഇനി നമുക്ക് നേരത്തെ വായിച്ചതൊന്നും കൂടി വായിക്കാം. ഇൻ ദ ആർച്ച് എറ്റ് എനി സെക്ഷൻ ഡി എക്സ് വൈ. ഓക്കെ, അത് ആ സെക്ഷൻ കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഡി എന്ന് പറയുന്ന പോയിന്റ് അല്ലേ. അതായത് എ എന്ന് എക്സ് ഡിസ്റ്റൻസും മാറി ഹൊറിസോണ്ടലി മാറിയിട്ടും വൈ ഡിസ്റ്റൻസ് വെർട്ടിക്കലി മാറിയിട്ടുമാണ്. ദ ബെൻഡി മൊമെൻറ്റ് മേ ബി കാൽക്കുലേറ്റഡ് ആസ്. ബെൻഡി മൊമെൻറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്നാണ് പറയുന്നത്? ബെൻഡി മൊമെൻറ്റ് മേ ബി കാൽക്കുലേറ്റഡ് ആസ് ദ സം ഓഫ് മൊമെൻറ്റ് ഇൻ ആൻ ഇക്വലന്റ് ബീം, സം ഓഫ് മൊമെൻറ്റ് ഇൻ ആൻ ഇക്വലന്റ് ബീം മൈനസ് ഓർഡിനേറ്റ് ടൈം ദ ഹൊറിസോണ്ടൽ ത്രസ്റ്റ്, മൈനസ് ഓർഡിനേറ്റ് ടൈം ദ ഹൊറിസോണ്ടൽ ത്രസ്റ്റ്. അപ്പോൾ സമ്മാണ് അല്ലേ. എന്തിൻ്റെയൊക്കെ സമ്മാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊമെൻറ്റ് ഇൻ ആൻ ഇക്വലന്റ് ബീമും അതിൻ്റെ അകത്ത് എന്ത് ചെയ്യണം, മൈനസ് ഓർഡിനേറ്റ് ടൈം ദ ഹൊറിസോണ്ടൽ. സം ഓഫ് മൊമെൻറ്റ് ഇൻ ആൻ ഇക്വലന്റ് ബീം മൈനസ് ഓർഡിനേറ്റ് ടൈം ദ ഹൊറിസോണ്ടൽ ത്രസ്റ്റ്. അപ്പം എന്താണ് സം ഓഫ് മൊമെൻറ്റ് ഇൻ ആൻ ഇക്വലന്റ് ബീം എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതാണ് ഇക്വലന്റ് ബീം, ഫിഗർ ബി. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇക്വലന്റ് ബീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ആർച്ച് എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യാതെ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ബീം എന്നുള്ള നിലയിൽ നമ്മൾ കൺസിഡർ ചെയ്താലുള്ള ബീമാണ് ഇക്വലന്റ് ബീം. ഓക്കെ, അതായത് ആർച്ച് ആ കേർവി കൺസിഡർ ചെയ്യാതെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ബീം എന്നുള്ള രീതിയിൽ, അതായത് ആർച്ചിൽ ആക്ട് ചെയ്യുന്ന ലോഡിന് ഇക്വലൻ്റ് ആയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ബീമിൽ അതേ ലോഡുകൾ ആക്ട് ചെയ്യുമ്പോൾ ഉള്ള ബീം, അതാണ് ഇക്വലന്റ് ബീം. പറഞ്ഞ ക്ലിയർ ആയോ? അതായത് ആർച്ചിൽ ആക്ട് ചെയ്യുന്ന, ആർച്ച് എന്ന് പറയുമ്പോൾ കേർവി ബീമാണ്, കേർവ്ഡ് ബീമാണ്. അപ്പോൾ ആ കേർവ്ഡ് ബീമായിട്ടുള്ള ആർച്ചിൽ ആക്ട് ചെയ്യുന്ന അതേ ലോഡ് ഇപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ബീമിൽ ആക്ട് ചെയ്യുകയാണെങ്കിൽ ആ ലോഡിങ് കണ്ടീഷൻ ആ ബീമിലേക്ക് കൊടുത്തിട്ട്, സ്ട്രെയിറ്റ് ആയിട്ടുള്ള ബീമിലേക്ക് കൊടുത്തിട്ടുള്ളതാണ് ഇക്വലന്റ് ബീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതേ ലോഡിങ് കണ്ടീഷൻ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ബീമിൽ വരികയാണെങ്കിൽ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ ആർച്ചിൻ്റെ ഇക്വലന്റ് ബീം അവിടെ വരച്ചിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് നമ്മൾ ആർച്ചിലുള്ള പോലെ തന്നെ W1 W2 ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്, അതേ ഡിസ്റ്റൻസിനനുസരിച്ച് W per യൂണിറ്റ് ലെങ്ത് ആക്ട് ചെയ്യുന്നുണ്ട്. ഇതാണ് ഇക്വലന്റ് ബീം. അപ്പോൾ ഒരു സ്ഥലത്ത് ഇപ്പോൾ നമുക്ക് ഡി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ബെൻഡി മൊമെൻ്റ് ആണ് വാല്യൂ ആണ്, ബെൻഡി മൊമെൻറ്റിൻ്റെ വാല്യൂ ആണ് നമുക്ക് വേണ്ടതെങ്കിൽ, ഓക്കെ, എന്താ പറയുന്നത്, ഇറ്റ് ഈസ് ദ സം ഓഫ്
മൊമെൻ്റ് ഓഫ് ഇക്വലൻ ബീം. അപ്പോൾ ഇക്വലൻ ബീം ഇതാണ്. അപ്പോൾ ഇക്വലൻ ബീമിൻ്റെ സം ഓഫ് മൊമെൻറ്റ് അല്ലേ. അപ്പോൾ ഈ ഒരു പോയിൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് മൊമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ 2 ലോഡുണ്ട്. അപ്പോൾ ഈ 2 ലോഡ് മുഖേന വരുന്ന മൊമെൻറ്റിൻ്റെ സമ്മാണ് ഇവിടുത്തെ ഇക്വലൻ ബീമിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് വരിക. ഓക്കെ. അപ്പം ഇവിടെ ഇപ്പം വി എ എന്ന് പറയുന്ന വെർട്ടിക്കൽ റിയാക്ഷൻ ആണെങ്കിൽ നമുക്കത് എഴുതാം. വി എ എഴുതാം, ഇവിടെ വി ബി എഴുതാം. ഓക്കെ വി എ വി ബി എഴുതി. ഇനി ഡി എന്ന് പറയുന്ന സ്ഥലത്തുള്ള, അതായത് ഈ ഡി എന്ന് പറയുന്ന പോയിൻറ്റ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വലൻ ബീമിലെ ആ ഒരു പോയിൻറ്റിന് ഉള്ള മൊമെൻ്റ് എടുക്കുന്നത്, ആ പോയിന്റിൽ വരുന്ന മൊമെൻ്റ് എടുക്കുന്നത്. ഓക്കെ. അവിടെയുള്ള ബെൻഡിങ് മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ സം ഓഫ് മൊമെൻറ്റ്സ്. ഓക്കെ. അപ്പോൾ വി എ ഇൻറ്റു ഈ W2, അതായത് ഡി എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ ആ ഡിസ്റ്റൻസിന് ഈക്വലൻ്റ് ആയിട്ടാണ് W2 ആക്ട് ചെയ്യുന്നത് അല്ലേ. അപ്പം വി എ ഇൻറ്റു ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് മൈനസ് W1 ഇൻറ്റു ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, അതായത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പോൾ അതാണ് അവിടെ വരുന്ന ഇക്വലൻ ബീമിൻ്റെ ബെൻഡിങ് മൊമെൻ്റ് വരുന്നത്. ഓക്കെ. ഇപ്പോൾ നമ്മളോട് ഒരു ആർച്ചിലെ ബെൻഡിങ് മൊമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സം ഓഫ് മൊമെൻറ്റ്സ് ഇൻ ആൻ ഇക്വലൻ ബീം മൈനസ് ഓർഡിനേറ്റ് ടൈം ദ ഹൊറിസോണ്ടൽ ത്രസ്റ്റ്. അപ്പോൾ ഹൊറിസോണ്ടൽ ത്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഹൊറിസോണ്ടൽ റിയാക്ഷൻ ആണ് അല്ലേ. ഓർഡിനേറ്റ് ടൈം ദ ഹൊറിസോണ്ടൽ ത്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ഥലത്ത് വരുന്ന ഓർഡിനേറ്റ് ഏതാ? വൈ ആണ് ഓർഡിനേറ്റ് വരുന്നത് അല്ലേ. അപ്പോൾ ഓർഡിനേറ്റ് ടൈംസ് ദ ഹൊറിസോണ്ടൽ ത്രസ്റ്റ് എന്ന് പറഞ്ഞാൽ H ഇൻറ്റു വൈ. ഓക്കെ. അപ്പം ഈ ഡി ആക്ട് ചെയ്യുന്ന ഡി എന്ന് പറയുന്ന പോയിന്റ് വേണമെങ്കിൽ നമുക്കിവിടെ ഡി എന്ന് പറഞ്ഞ് ഞാനിവിടെ കൊടുക്കുകയാണ്. ഓക്കെ, ഇവിടെ ഡി എന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കുകയാണ്. അതേപോലെ ഇവിടെ എയും ബിയും നമുക്ക് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആർച്ചിൽ ഡി എന്ന് പറയുന്ന സ്ഥലത്ത് വരുന്ന ബെൻഡിങ് മൊമെൻറ്റിൻ്റെ വാല്യൂ എന്താ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ, നിങ്ങൾ ഓൾറെഡി ചെയ്തതാണ്, ഇതിനെ 2 ആക്കി സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നു മാത്രം. ഓക്കെ. ഇക്വലൻ ബീമിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡി എന്ന് പറയുന്ന പോയിന്റിൽ വരുന്ന ബെൻഡിങ് മൊമെൻറ്റ്. അപ്പോൾ വി എ ഇൻറ്റു ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് മൈനസ് W1 ഇൻറ്റു ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഓക്കെ, അതാണ് ഇക്വലൻ ബീമിൻ്റെ സം ഓഫ് മൊമെൻറ്റ് വരുന്നത്. ഓക്കെ. പിന്നെ ഹൊറിസോണ്ടൽ ത്രസ്റ്റ് ഇൻറ്റു ഓർഡിനേറ്റ് പറയുന്നുണ്ട്. ഹൊറിസോണ്ടൽ ത്രസ്റ്റ് ഇൻറ്റു ഓർഡിനേറ്റ് എന്ന് പറയുമ്പോൾ ഹൊറിസോണ്ടൽ ത്രസ്റ്റ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ റിയാക്ഷൻ ആണ്. ആ ഡി എന്ന് പറയുന്ന സ്ഥലത്ത് വരുന്ന ഓർഡിനേറ്റ് എത്രയാണ്? വൈ ആണ്. അപ്പം H ഇൻറ്റു വൈ. അപ്പോൾ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന സം ഓഫ് മൊമെൻറ്റ്സ് മൈനസ് H ഇൻറ്റു വൈ ചെയ്ത് കഴിഞ്ഞാൽ അതാണ് ഈ ഡി എന്ന് പറയുന്ന സ്ഥലത്ത് വരുന്ന ബെൻഡിങ് മൊമെൻറ്റ് വരുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഒന്നും കൂടിയും ക്ലിയർ ആക്കാൻ വേറൊരു രീതിയിൽ പറയാം. ഇപ്പോൾ നിങ്ങൾ നോർമലി ഉള്ളൊരു കേവിൽ അല്ലെങ്കിൽ നോർമലി ഉള്ള ഒരു ആർച്ചിൽ ഡി എന്ന് പറയുന്ന പോയിന്റിൽ വരുന്ന ബെൻഡിങ് മൊമെൻറ്റ് എന്തായിരിക്കും? വി എ ഇൻറ്റു എക്സ് അല്ലേ, മൈനസ് W1 ഇൻറ്റു ഈ ഡിസ്റ്റൻസ് മൈനസ് H ഇൻറ്റു ഈ ഡിസ്റ്റൻസ് അല്ലേ, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഉണ്ടാവും. അതല്ലേ, അതിനെ ജസ്റ്റ് 2 ആക്കി എഴുതുന്നു മാത്രം. അതിൽ നമുക്ക് വി എ ഇൻറ്റു എക്സ് എന്ന് പറയുന്നതും വി എ ഇൻറ്റു എക്സ് മൈനസ് W1 ഇൻറ്റു ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ ഇക്വലൻ ബീമിൽ വരുന്ന ബെൻഡിങ് മൊമെൻ്റ് ആണെന്ന് എടുത്തു. അതായത് ആ കേവ് കൺസിഡർ ചെയ്യാതെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ബീമാണെങ്കിൽ അതിൽ വരുന്ന ബെൻഡിങ് മൊമെൻ്റ് ആണ് വി എ ഇൻറ്റു എക്സ് മൈനസ് W1 ഇൻറ്റു ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഓക്കെ, അത് ഇക്വലൻ ബീമിൽ വരുന്ന ബെൻഡിങ് മൊമെൻ്റ് ആണ്. ഇനി ഒരു ടേമും കൂടി വരുന്നുണ്ട് അല്ലേ, H ഇൻറ്റു വൈ. അപ്പോൾ ഹൊറിസോണ്ടൽ ത്രസ്റ്റ് ഇൻറ്റു ഓർഡിനേറ്റ് ടൈമും കൂടി അതിൽ വരുന്നുണ്ട്. അപ്പോൾ അത് സെപ്പറേറ്റ് വേറെ എടുക്കുന്നു എന്ന് മാത്രം. മനസ്സിലായി? ഒരു സ്ഥലത്തെ ബെൻഡിങ് മൊമെൻറ്റ് എന്ന് പറയുമ്പോൾ അതിൽ ഇക്വലൻ ബീമിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ബെൻഡിങ് മൊമെൻറ്റ് മൈനസ് H ഇൻറ്റു ഓർഡിനേറ്റ് ടൈം, അതായത് ഹൊറിസോണ്ടൽ റിയാക്ഷൻ ഇൻറ്റു ആ ഓർഡിനേറ്റ് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന വാല്യൂ. അതാണ് ഒരു സ്ഥലത്ത് വരുന്ന ബെൻഡിങ് മൊമെൻറ്റ് എന്ന് പറഞ്ഞത്. ഓക്കെ, വേറെ കൺഫ്യൂസ് ആവേണ്ട കാര്യമൊന്നുമില്ല. ക്ലിയർ ആയോ? ഇപ്പം ഞാൻ പറഞ്ഞ ക്ലിയർ ആയോ? ഇതിപ്പോൾ നിങ്ങൾ പിന്നെ എഴുതുകയാണെങ്കിൽ വി എ ഇൻറ്റു എക്സ് മൈനസ് H ഇൻറ്റു വൈ മൈനസ് W1 ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ഡിയിൽ വരുന്ന ബെൻഡിങ് മൊമെൻറ്റ്. നിങ്ങൾ നോർമലി ചെയ്യുന്നത് തന്നെയാണ്. അതിൽ വി എ ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് വി എ ഇൻറ്റു എക്സ് മൈനസ് W1 ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇക്വലൻ ബീമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബെൻഡിങ് മൊമെൻ്റ് ആയിട്ട് നമ്മൾ എഴുതുന്നു. അതേപോലെ H ഇൻറ്റു വൈ എന്ന് പറയുന്നത് നമ്മൾ വേറെ എഴുതുന്നു. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ നമുക്ക് അതിന് ജസ്റ്റ് ഒരു ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് അങ്ങനെ എഴുതുന്നു. ഓക്കെ. In the arch at any section D XY, the bending moment may be calculated as the sum of moments in an equivalent beam minus ordinate time the horizontal thrust. Sum of moments in an equivalent beam. Equivalent beamന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൊമെൻറ്റിൻ്റെ സം മൈനസ് ഓർഡിനേറ്റ് ടൈം ദ ഹൊറിസോണ്ടൽ ത്രസ്റ്റ്. ഓക്കെ, അതാണ് നമ്മളെ ബെൻഡിങ് മൊമെൻറ്റിൻ്റെ വാല്യൂ വരുന്നതെന്നുള്ള പറയുന്നു. ദസ്
എം ഈസ് ഈക്വൽ ടു ബീം മൊമെൻറ്റ് മൈനസ് എച്ച് ഇൻറ്റു വൈ. ഓക്കെ, ബീം മൊമെൻറ്റ് എന്താണെന്ന് മനസ്സിലായി, എച്ച് ഇൻറ്റു വൈ എന്താണെന്നുള്ളത് മനസ്സിലായി അല്ലേ? ഓക്കെ, ഹെൻസ് ഫസ്റ്റ് ബെൻഡ് മൊമെൻറ്റ് ഡയഗ്രാം ഫോർ ദ ഇക്വലൻറ്റ് ബീം മൊമെൻറ്റ് മേ ബി ഡ്രോൺ. അപ്പോൾ ആദ്യം നമ്മൾ ഓരോ സ്ഥലത്ത് വരുന്ന ഓരോ പോയിന്റിൽ വരുന്ന ഇക്വലൻറ്റ് ബീമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബെൻഡിങ് മൊമെൻറ്റിൻ്റെ വാല്യൂസ് കണ്ടുപിടിച്ചിട്ട് അത് നമ്മൾ ആദ്യം വരയ്ക്കും. ഓക്കെ, ദെൻ ടു സബ്സ്ട്രാക്ട് എച്ച് ഇൻ ടു വൈ മൊമെൻറ്റ്, നോട്ട് ദാറ്റ് ദ മൊമെൻറ്റ് അറ്റ് ദ സെൻട്രൽ ഹിഞ്ച് ഈസ് 0. ഓക്കെ, അപ്പം ഇനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എച്ച് ഇൻ ടു വൈ എന്ന് പറയുന്ന വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ ഡിസ്റ്റൻസിൽ എച്ച് ഇൻ ടു വൈ വേറെ വേറെ ആയിരിക്കും. അപ്പം അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡയഗ്രാം നമ്മൾ വരയ്ക്കും. അത് വരച്ച് കഴിഞ്ഞാൽ ഒരു ആർച്ച് പോലെ തന്നെ ആയിരിക്കും വരിക. ഓക്കെ, അതായത് ഒരു പാരബോളിക് കർവ് തന്നെയായിരിക്കും എച്ച് ഇൻ ടു വൈ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ വരച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നമുക്കിവിടെ ഒരു കാര്യം അറിയാം, അതായത് സെൻറ്റർ അല്ലേ, അത് ഹിഞ്ച് ആയതുകൊണ്ട് ഇപ്പോൾ 3 ഹിഞ്ച് ആർച്ചാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പം സെൻട്രൽ ഹിഞ്ചിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ബെൻഡിങ് മൊമെൻറ്റ് 0 ആണ്. അപ്പോൾ ഇക്വലൻറ്റ് ബീമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൊമെൻറ്റ് മൈനസ് എച്ച് ഇൻ ടു വൈ എന്ന് പറയുമ്പോൾ രണ്ടും ഈക്വൽ, അതായത് എച്ച് ഇൻ ടു വൈ എന്ന് പറയുന്ന ടേമും ബീമിൻ്റെ ഇക്വലൻറ്റ് ബീമിൻ്റെ ബെൻഡിങ് മൊമെൻറ്റിന് ആ സെൻട്രൽ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന വാല്യൂവും സെയിം ആണ്. ക്ലിയർ ആയോ? എച്ച് ഇൻ ടു വൈ എന്ന് പറഞ്ഞ് വരുന്ന വാല്യൂവും അതുപോലെ ഇക്വലൻറ്റ് ബീമിൻ്റെ ആ കറസ്പോണ്ടിങ് സി എന്ന് പറയുന്ന പോയിന്റിൽ വരുന്ന ബെൻഡിങ് മൊമെൻറ്റിൻ്റെ വാല്യൂ സെയിം ആണ്. കാരണം അതുകൊണ്ടാണ് അത് തമ്മിൽ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 0 കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൻസ് ദ കർവ് ഓഫ് ദ ആർച്ച് ഈസ് ഡ്രോൺ with the ordinate at the crown point equal to the ordinate of bending moment diagram for the arch. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഈക്വലൻറ്റ് ബീമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരച്ചതിന് ശേഷം രണ്ടാമത് എച്ച് ഇൻറ്റു വൈൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമുക്ക് സെൻറ്റർ പോയിൻ്റ് രണ്ട് രീതിയിൽ, ഇപ്പോൾ ഈക്വലൻറ്റ് ബീമിൻ്റെ ബെൻഡിങ് മൊമെൻറ്റിൻ്റെ വാല്യൂ എടുത്താലും എച്ച് ഇൻറ്റു വൈൻ്റെ ആ രീതിയിൽ സെൻറ്ററിൽ വരുന്ന ബെൻഡിങ് മൊമെൻറ്റിൻ്റെ വാല്യൂ എടുത്താലും രണ്ടും സെയിം ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സി എന്ന് പറയുന്ന പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ബെൻഡിങ് മൊമെൻറ്റിൻ്റെ വാല്യൂ ഏത് രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ സെയിം ആണ്. ആ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളൊരു ആർച്ച് വരയ്ക്കും. ഓക്കെ, അല്ലെങ്കിൽ ഒരു പാരബോളിക് കർവ് വരയ്ക്കും. ഓക്കെ, അതാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കുമ്പോൾ എളുപ്പമാണ്, ഇത്രയേ ഉള്ളൂ ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യം നമ്മൾ എന്ത് ചെയ്യും, ഈക്വലൻറ്റ് ബീമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കും. അതിൻ്റെ കൂടെ ആ സെൻറ്റർ പോയിന്റിന് എത്രയാണോ വാല്യൂ വരുന്നത് ആ വാല്യൂ സെൻറ്റർ റൈസ് വരുന്ന രീതിയിൽ നമ്മളൊരു ആർച്ചും വരയ്ക്കും, അല്ലെങ്കിൽ ഒരു പാരബോളിക് കർവും വരയ്ക്കും. ഓക്കെ, അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഫിഗറിൽ നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആർച്ചിൻ്റെ ക്ലിയർ ആയിരുന്നു അല്ലേ? ഫിഗർ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ആർച്ചിന് ശേഷം ഇക്വലൻറ്റ് ബീമിൻ്റെത് നമ്മൾ നോക്കിയതാണ് അല്ലേ? എ ബി നോർമലി ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ബീം ആക്ട് ചെയ്യുമ്പോൾ ആ ആർച്ചിൽ ആക്ട് ചെയ്യുന്ന അതേ ലോഡിങ് കണ്ടീഷൻസ് വരുന്നതാണ് ഇക്വലൻറ്റ് ബീം. ഓക്കെ, അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ബെൻഡിങ് മൊമെൻറ്റ് വാല്യൂസ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാം. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞത് വെച്ചിട്ട് വരച്ചിരിക്കുന്ന ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാമാണിത്. ഓക്കെ, അപ്പോൾ ആദ്യം അതിൽ ചെയ്തിരിക്കുന്നത് ഇക്വലൻറ്റ് ബീമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബെൻഡിങ് മൊമെൻ്റ് ആണ് ആദ്യം വരച്ചിരിക്കുന്നത്. ഇക്വലൻറ്റ് ബീമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബെൻഡിങ് മൊമെൻറ്റ്. ഓക്കെ, ഇക്വലൻറ്റ് ബീമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബെൻഡിങ് മൊമെൻറ്റ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ ഒരു പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട് അല്ലേ? പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുമ്പം അതുവരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു ലൈനാണ് വരിക. ഓക്കെ, അപ്പോൾ ഇതാണ് അവിടെ വരുന്ന കറസ്പോണ്ടിങ് ബെൻഡിങ് മൊമെൻറ്റിൻ്റെ വാല്യൂ എങ്കിൽ ഞാനിവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. അടുത്ത W2 ആക്ട് ചെയ്യുന്ന പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട്, അല്ലെങ്കിൽ D എന്ന് പറയുന്ന പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് അവിടെ ഒരു ലോഡുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ വരുന്ന ബെൻഡിങ് മൊമെൻറ്റിൻ്റെ വാല്യൂ ഞാനിവിടെ മാർക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ അത് തമ്മിൽ ഞാൻ കണക്ട് ചെയ്ത് വരച്ചു, സ്ട്രെയിറ്റ് ആയിട്ട് ആണ് വരച്ചത്, കാരണം പോയിന്റ് ലോഡാണ്. അതിന് ശേഷം പിന്നെ ഈ പോർഷനിൽ ഫുള്ള് D തൊട്ടിട്ട് B വരെ UDL ആണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, UDL ആക്ട് ചെയ്യുമ്പോൾ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രത്തിൽ വരുന്ന നമ്മൾ കാണിക്കുന്നത്, ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രത്തിൽ വരുന്ന വേരിയേഷൻ പാരബോളിക് കേർവ് ആയിട്ടാണ് കാണിക്കുന്നത് അല്ലേ? കേർവ് ആയിട്ടാണ് നമ്മൾ കാണിക്കുക. അപ്പം ഇവിടുന്ന് ഈ വാല്യൂ ഒന്ന് സ്ട്രെയിറ്റ് ലൈൻ അല്ല, ഒരു കേർവ് ആയിട്ട് എന്ത് ചെയ്യും, ബിയിലേക്ക് പോകും. അപ്പോൾ ചെറിയ രീതിയിലുള്ള ഒരു പാരബോളിക് കേർവ് ആയിട്ട് അത് ബിയിലേക്ക് പോയി. ഓക്കെ, അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ വാല്യൂ വരും. അപ്പം ഈ കോമൺ വാല്യൂ ആണ്, അതായത് എച്ച് മുഖേന വരുന്ന ഹൊറിസോണ്ടൽ റിയാക്ഷൻ മുഖേന വരുന്ന ബെൻഡിങ് മൊമെൻറ്റിൻ്റെ വാല്യൂവും നമ്മൾ ഈക്വലൻറ്റ് ബീം മുഖേന വരുന്ന ബെൻഡിങ് മൊമെൻറ്റിൻ്റെ വാല്യൂവും ഈ സെൻറ്റർ പോയിന്റിൽ സെയിം ആണ്. അപ്പോൾ ആ സെൻറ്റർ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്യും, അത് ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് ഒരു ചെറിയ പാരബോളിക് ആയിട്ടുള്ള കേർവ് ആയിട്ട്, സ്ട്രെയിറ്റ് ലൈൻ അല്ല, ഒരു ചെറിയൊരു കേർവ് ആയിട്ട് എന്ത് ചെയ്യും, ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് പോകും. ഇതാണ് നമ്മൾ ചെയ്യുന്ന ഫസ്റ്റ് സ്റ്റെപ്പ്. അതായത് ഈക്വലൻറ്റ് ബീമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രം നമ്മൾ വരയ്ക്കും. നിങ്ങൾ ഓൾറെഡി MOSൽ പഠിച്ചതാണ്. അപ്പോൾ അത് ഞാനിവിടെ വരച്ചു.
ഓക്കെ, ജസ്റ്റ് ഈ ഫിഗർ വെച്ചിട്ടുള്ള ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി വരച്ചാണ്, വാല്യൂസ് ആക്ച്വലി വെച്ചിട്ടല്ല. അത് നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുമ്പം കുറച്ചും കൂടിയും ക്ലിയർ ആവും. ഓക്കെ, അഥവാ ഇപ്പം നിങ്ങൾക്ക് ഇതൊരു ഐഡിയ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രോബ്ലം ചെയ്യാം, അപ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചും കൂടി ഒരു ഐഡിയ ആവും. ഇത് ക്ലിയർ ആയോ? ഇത് ഇക്വലൻ ബീമിന് കറസ്പോണ്ടിങ് ആയുള്ള ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രം ആദ്യം ഞാൻ വരച്ചു. ഓക്കെ, എ ഡി സി ബി ഇതാണ് മെയിൻ പോയിൻറ്റ്സ്, അത് ഞാൻ അടിയിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ബേസ് ലൈൻ ഇതാണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആദ്യം ഞാൻ ഈ ഇക്വലൻ ബീമിന് കറസ്പോണ്ടിങ് ആയുള്ള ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രം വരച്ചു. അതിന് ശേഷം ഞാൻ വരയ്ക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ റിയാക്ഷൻ മുഖേന വരുന്ന ബെൻഡിങ് മൊമെൻറ്റിൻ്റെ വാല്യൂ ആണ്, അതായത് h/y എന്ന് പറയുന്ന വാല്യൂ ആണ്. ഓക്കെ, ഇപ്പം നിങ്ങൾ അവിടെ ആർച്ചിൽ നോക്കിയിട്ടുണ്ടായിരുന്നു, ടോപ്പിൽ ഈ വാല്യൂ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് y ആണ്, സെൻറ്ററിൽ വരുന്നത് r ആണ്. അപ്പോൾ അത് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ സെൻറ്ററിൽ വരുന്ന വാല്യൂ എന്ന് പറയുന്നത് h/r ആണ്. ആ വാല്യൂയും ഇക്വലൻ ബെൻഡിങ് മൊമെൻറ്റിൻ്റെ ആ സി എന്ന് പറയുന്ന പോയിന്റിൽ വരുന്ന വാല്യൂവും സെയിം ആണ്. അപ്പോൾ അത് തമ്മിൽ എന്ത് ചെയ്യും, ഇൻ്റർസെക്റ്റ് ചെയ്യും അല്ലെങ്കിൽ മീറ്റ് ചെയ്യും ഈ സി എന്ന് പറയുന്ന പോയിന്റിൽ. ഓക്കെ, അപ്പോൾ ആ സി എന്ന് പറയുന്ന പോയിന്റിലെ വാല്യൂ എന്ന് പറയുന്നത് h/r ആണ്. അപ്പോൾ അതിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ നമ്മളൊരു പാരബോളിക് കേവ് വരയ്ക്കും. അതായത് പാരബോളിക് കേവ് എന്ന് പറഞ്ഞാൽ ഇതാണ് പാരബോളിക് കേവ്. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ വന്ന് ഇതിലൂടെ പാസ് ചെയ്ത് ഇങ്ങനെ വരും. ഓക്കെ, അപ്പോൾ ഈ സെൻറ്ററിൽ വരുന്ന വാല്യൂ h/r ആണ്. അപ്പോൾ ആ വാല്യൂ തന്നെയായിരിക്കും ഈക്വലൻ ബീമിൻ്റെയും ബെൻഡിങ് മൊമെൻറ്റിൻ്റെ വാല്യൂ ഈ ഒരു സ്ഥലത്ത് വരിക. ഓക്കെ, ഇനി ഡി എന്ന് പറയുന്ന സ്ഥലത്ത് വരുന്ന ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രത്തിൻ്റെ ഈ വാല്യൂ എന്ന് പറയുന്നത് ബെൻഡിങ് മൊമെൻറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് h/y ആയിരിക്കും. ഈ സ്ഥലത്ത് y ആണ്. ഓക്കെ, അപ്പോൾ ഈ വാല്യൂ h/y. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് നമ്മളെ കേവ് അല്ലേ. ഈ കേവിൻ്റെ നമ്മളിപ്പം പറഞ്ഞു, അതായത് ഇക്വലൻ ബീം മൊമെൻറ്റ് മൈനസ് h/y ആണ്. ഇക്വലൻ ബീം മൊമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാ, ഇതാണ് അല്ലേ, മൈനസ് h/y. അപ്പോൾ ഈ വാല്യൂ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്ഥലത്ത് വരുന്ന ബെൻഡിങ് മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും, ഈ ഷെയ്ഡഡ് പോർഷനിൽ വരുന്നതായിരിക്കും. അപ്പം ഇതിൻ്റെ ഈ കേവിൻ്റെ മേലെ വരുന്നത് പോസിറ്റീവിലാണ് ബെൻഡിങ് മൊമെൻറ്റിൻ്റെ വാല്യൂ വരുന്നത്, അതേപോലെ ഈ കേവിൻ്റെ താഴെ വരുന്നത് നെഗറ്റീവിലാണ്. കാരണം ഇക്വലൻ ബീം മൊമെൻറ്റ് മൈനസ് h/y ആണ്. ഇക്വലൻ ബീം മൊമെൻറ്റ് ഇതാണ്, അതൊന്ന് ഈ പോർഷൻ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പ്ലസ്സിലായിരിക്കും. ഈ കേസിൽ വന്നപ്പം h/y ആണ് വലുത് വന്നത് അല്ലേ, ബീം മൊമെൻറ്റ് താഴെയാണ് വന്നത്, അപ്പോൾ ഇത് മൈനസിലായിരിക്കും. അപ്പോൾ ശരിക്കും ഒരു ആർച്ചിൽ വരുന്ന ബെൻഡിങ് മൊമെൻറ്റ് ശരിക്കും ഇത്രയേ ഉള്ളൂ വാല്യൂ. ഫോർ എക്സാമ്പിൾ ഈ h/y എന്ന് പറയുന്നത് ഇവിടെ 500 ആണ് വന്നതെങ്കിൽ, ഇപ്പം ബീം മൊമെൻറ്റ് ഇവിടെ 700 ആണെങ്കിൽ ഈ ഡി എന്ന് പറയുന്ന സ്ഥലത്ത് വരുന്ന ബെൻഡിങ് മൊമെൻറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 200 ആയിരിക്കും. അതായത് 700 മൈനസ് 500 200 ആയിരിക്കും. അതേപോലെ ഓരോ സ്ഥലത്തും വരുന്ന ബെൻഡിങ് മൊമെൻറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഈ ഷെയ്ഡഡ് പോർഷൻ്റെ ഈ ലെങ്ത് ആയിരിക്കും. ഓക്കെ, ആ ഒരു മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും അവിടെ വരുന്ന ബെൻഡിങ് മൊമെൻറ്റിൻ്റെ വാല്യൂ. അതായത് ഫുൾ ഇവിടം തൊട്ട് ഇതുവരെ വരില്ല, ഇതിൻ്റെ മേലോട്ട്. കാരണം അവിടെ വരുന്ന ബെൻഡിങ് മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇക്വലൻ ബീം മൊമെൻറ്റ് മൈനസ് h/y ആണ്. അപ്പോൾ ഈ ഷെയ്ഡഡ് പോർഷനിൽ വരുന്ന വാല്യൂ എന്ത് വരുള്ളൂ, ബെൻഡിങ് മൊമെൻ്റ് ആയിട്ട് വരുള്ളൂ. ഓക്കെ, ക്ലിയർ ആയോ? ഇപ്പോൾ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്, ഇത് ബീം മൊമെൻറ്റ് ഡയഗ്രാമാണ്, ഇത് ഈ കേവ് എന്ന് പറയുന്നത് h/y ഡയഗ്രമാണ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ക്വസ്റ്റ്യൻ നോട്ട് ചെയ്തോ. എ സിമെട്രിക് 3-hinge parabolic arch or spans 36 meter, span 36 meter, L എന്ന് പറയുന്ന 36 meter ആണ്, and rise R, ഓക്കെ, സ്മോൾ ലെറ്റർ R എന്ന് പറയുന്നത് 6 meter ആണ്, ഈ സബ്ജക്റ്റഡ് ടു എ കോൺസെൻട്രേറ്റഡ് ലോഡ് ഓഫ് 120 kN at a point 12 meter from left support. അപ്പോൾ ലെഫ്റ്റ് സപ്പോർട്ടിൽ നിന്ന് 12 meter മാറിയിട്ട് 120 kN എന്ന് പറയുന്ന ഒരു പോയിന്റിലൂടെ ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഡ്രോ ദ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം ഫോർ ദ ആർച്ച്. ഈ ആർച്ചിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ. ക്വസ്റ്റ്യനിൽ വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്കത് വരയ്ക്കാം, ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കാം. ആദ്യം തന്നിട്ടുള്ളത് വെച്ചിട്ട് നമ്മൾ ഫിഗർ വരയ്ക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു 3-hinge പാരബോളിക് ആർച്ച് വരച്ചു. ഓക്കെ, A B C 3 hinge. ഇപ്പോൾ ഇവിടെ സപ്പോർട്ട് 2 hingeലുള്ള സപ്പോർട്ടിലുള്ള റിയാക്ഷൻസ് മാർക്ക് ചെയ്തു. VA ഇവിടെ ഞാൻ H എന്ന് പറഞ്ഞതിനെ മാർക്ക് ചെയ്തു, HB മാർക്ക് ചെയ്ത് H തന്നെ മാർക്ക് ചെയ്തു. HB മാർക്ക് ചെയ്താലും കുഴപ്പമില്ല, കാരണം HA = HB = H തന്നെയാണ്. ഓക്കെ, അതേപോലെ ഇതിൽ ലോഡിങ് ഡയഗ്രാം വരച്ചു, അതായത് 12 meter മാറിയിട്ടാണ് 120 kN ആക്ട് ചെയ്യുന്നത് ലെഫ്റ്റ് നിന്ന്, അത് ഞാൻ മാർക്ക് ചെയ്തു. ടോട്ടൽ 36 ആണ്. അപ്പോൾ ഇവിടം തൊട്ട് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് 18. ഓക്കെ, ടോട്ടൽ 36. ലെഫ്റ്റ് സൈഡ് 12 meter മാറിയിട്ട് 120 kN ലോഡ് ആക്ട് ചെയ്യുന്നു. ഓക്കെ, ഇപ്പം 120 kN ലോഡ് ആക്ട് ചെയ്യുന്ന സ്ഥലത്ത് ഞാൻ D എന്ന് പറഞ്ഞ് പേര് കൊടുത്തു. ആ സ്ഥലത്തുള്ള
റൈസ് ഞാൻ YD എന്ന് പറഞ്ഞും പേര് കൊടുത്തു. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ. 3 ഇഞ്ച് പാരബോളിക് ആർച്ച് വരച്ചു, 36 സ്പാൻ മാർക്ക് ചെയ്തു, VA VB H മാർക്ക് ചെയ്തു, റൈസ് YD മാർക്ക് ചെയ്തു, D എന്ന് പറയുന്ന സ്ഥലത്തൊരു റൈസ് ഞാൻ YD എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തു, ലോഡും വരച്ചു, ലോഡിങ്ങും വരച്ചു. ഓക്കെ, ഒരു പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്നുള്ളൂ. ഇത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് 12 മീറ്റർ മാറിയിട്ടാണ്. ഓക്കെ, നമ്മൾ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കുക. ആദ്യം ഇക്വലൻറ്റ് ബീമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കും. അതിനുശേഷം ഹൊറിസോണ്ടൽ റിയാക്ഷൻ മുഖേന വരുന്ന ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രവും വരയ്ക്കും. ഓക്കെ, അപ്പം അത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ആർച്ചിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരിക. അപ്പോൾ നമ്മൾ അതിൻ്റെ തിയറി നോക്കിയായിരുന്നു അല്ലേ? അപ്പോൾ അതിൽ ഫിഗറൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നു. അതാണ് കൺസെപ്റ്റ്. അതായത് ആർച്ചിൻ്റെ ആ കേവ് ഉണ്ടല്ലോ, അതായത് ഹൊറിസോണ്ടൽ റിയാക്ഷൻ മുഖേന വരുന്ന ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രവും അതുപോലെ തന്നെ ഈക്വലൻറ്റ് ബീമിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രവും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് ആണ്. അതായത് നമ്മൾ നേരത്തെ നോക്കിയപ്പോൾ ആ ഷെയ്ഡഡ് പോർഷനിൽ കണ്ടതാണ് ബെൻഡിങ് മൊമെൻറ്റിൻ്റെ വാല്യൂസ് ആയിട്ട് വരിക. ഓക്കെ, അത്രയും കുറവേ വരുള്ളൂ നമ്മൾ ആർച്ചിൽ ബെൻഡിങ് മൊമെൻറ്റിൻ്റെ. ഓക്കെ, അപ്പോൾ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈക്വലൻറ്റ് ബീമിൻ്റെ ബെൻഡിങ് മൊമെൻറ്റും ഓരോ സ്ഥലത്തുള്ള ബെൻഡിങ് മൊമെൻറ്റിൻ്റെ വാല്യൂസ് വേണം. അതേപോലെ ഹൊറിസോണ്ടൽ റിയാക്ഷൻ കാരണമുള്ള ബെൻഡിങ് മൊമെൻറ്റിൻ്റെ വാല്യൂസും വേണം. ഓക്കെ, അത് വെച്ചിട്ടാണ് നമ്മൾ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കുക. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം എന്ത് വേണം? വെർട്ടിക്കൽ റിയാക്ഷൻസും ഹൊറിസോണ്ടൽ റിയാക്ഷനും വേണം. ഓക്കെ, അപ്പോൾ നമ്മളെ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് വെർട്ടിക്കൽ റിയാക്ഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സ്റ്റെപ്പ് 1 വെർട്ടിക്കൽ റിയാക്ഷൻസ് VA ആൻഡ് VB. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ് വെർട്ടിക്കൽ റിയാക്ഷൻ. നിങ്ങൾ ഇത്രയും പ്രോബ്ലം ചെയ്തു. അപ്പോൾ ടേക്കിംഗ് മൊമെൻറ്റ് അബൌട്ട് A, സമ്മേഷൻ ഓഫ് മൊമെൻറ്റ് അബൌട്ട് A ഈസ് ഈക്വൽ ടു 0. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ ഫോം, മൊമെൻറ്റ് അബൌട്ട് Aൻ്റെ ഇക്വേഷൻ നമുക്ക് ഫോം ചെയ്യാം. മൊമെൻറ്റ് അബൌട്ട് A എടുത്തു കഴിഞ്ഞാൽ എന്താ വരുന്നത് നോക്കിക്കേ. 120 × 12 പ്ലസ്സിൽ വരും അല്ലേ, ക്ലോക്ക് വൈസ് ആണ്. മൈനസ് VB × 36, വേറെ ഒന്നുമില്ലല്ലോ. ഓക്കെ, അപ്പം അത് തന്നെയുള്ളൂ. 120 × 12 മൈനസ് VB × 36 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ VB ഈസ് ഈക്വൽ ടു 120 × 12 ഡിവൈഡ് ബൈ 36. ഓക്കെ, സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് VB ഈസ് ഈക്വൽ ടു 40 കിട്ടും. ഇനി സമ്മേഷൻ ഓഫ് വെർട്ടിക്കൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു 0. VAയും VBയും മേലോട്ട് ആക്ട് ചെയ്യുന്നതുകൊണ്ട് പ്ലസ് VA പ്ലസ് VB. 120 എന്ന് പറയുന്ന ലോഡ് മാത്രമേ ഉള്ളൂ, അത് താഴോട്ട് ആക്ട് ചെയ്യുന്നതുകൊണ്ട് മൈനസ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ VA ഈസ് ഈക്വൽ ടു 120 മൈനസ് VB. അപ്പം VB നമ്മൾ 40 കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. 120 മൈനസ് 40 എന്ന് പറയുന്നത് 80 ആണ്. അപ്പോൾ VA ഈസ് ഈക്വൽ ടു 80 kN. അപ്പം വെർട്ടിക്കൽ റിയാക്ഷൻ അറ്റ് A ഈസ് ഈക്വൽ ടു 80 kN. വെർട്ടിക്കൽ റിയാക്ഷൻ അറ്റ് B ഈസ് ഈക്വൽ ടു 40 kN. ഓക്കെ, അത് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ഹൊറിസോണ്ടൽ റിയാക്ഷൻ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ത്രസ്റ്റ്. ഹൊറിസോണ്ടൽ റിയാക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് മൊമെൻറ്റ് എടുക്കാം അല്ലേ? അതായത് ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് C ഈസ് ഈക്വൽ ടു 0 ആണ്. C എന്ന് പറയുന്ന പോയിന്റിൽ ഹിഞ്ച് ഉള്ളത് കൊണ്ട് ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് C ഈസ് ഈക്വൽ ടു 0 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇക്വേഷൻ എടുക്കാം. VA × 18 മൈനസ് H × 6 മൈനസ് 120 × ഇവിടം തൊട്ട് ഇതുവരെ 18 ആണ് അല്ലേ? അപ്പം 18 മൈനസ് 12 6 അല്ലേ? അപ്പം VA × 18 മൈനസ് H × 6 മൈനസ് 120 × 6. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് H കിട്ടും. സ്റ്റെപ്പ് 2 ഹൊറിസോണ്ടൽ ത്രസ്റ്റ് ഓർ ഹൊറിസോണ്ടൽ റിയാക്ഷൻ. ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് C ഈസ് ഈക്വൽ ടു 0, ദാറ്റ് ഈസ് MC ഈസ് ഈക്വൽ ടു 0. ടേക്കിംഗ് മൊമെൻറ്റ്സ് ഫ്രം ലെഫ്റ്റ് സൈഡ്. VA × 18 മൈനസ് H × 6 മൈനസ് 120 × 6 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ H ഈസ് ഈക്വൽ ടു നമുക്ക് 120 kN എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മളെ ഹൊറിസോണ്ടൽ റിയാക്ഷനും നമുക്കിവിടെ കിട്ടി. വെർട്ടിക്കൽ റിയാക്ഷൻ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. വെർട്ടിക്കൽ റിയാക്ഷനും ഹൊറിസോണ്ടൽ റിയാക്ഷനും കണ്ടു കിട്ടിയ സ്ഥിതിക്ക് ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? എന്ത് ചെയ്യണം? ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കണം അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം എന്ത് ചെയ്യണം? ഇക്വലൻ്റ് ബീമിൻ്റെ ബെൻഡിങ് മൊമെൻറ്റിൻ്റെ വാല്യൂസ് ഓരോ സ്ഥലത്തെയും കണ്ടുപിടിക്കാം. ഓക്കെ, അതിനുശേഷം ബെൻഡിങ് മൊമെൻറ്റ് ഡ്യൂ ടു ഹൊറിസോണ്ടൽ ത്രസ്റ്റും കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ബെൻഡിങ് മൊമെൻറ്റ് ഓഫ് ഇക്വലൻ്റ് ബീം കണ്ടുപിടിക്കാം. ബെൻഡിങ് മൊമെൻറ്റ് ഓഫ് ഇക്വലൻ്റ് ബീം, അതിൻ്റെ ഓരോ സ്ഥലത്തും വരുന്ന ബെൻഡിങ് മൊമെൻറ്റ് നമുക്ക് കണ്ടുപിടിക്കാം ഇക്വലൻ്റ് ബീമിൻ്റെ. ഓക്കെ, സ്റ്റെപ്പ് 3 ബെൻഡിങ് മൊമെൻറ്റ് ഓഫ് ഇക്വലൻ്റ് ബീം. ഓക്കെ, ഇതാണ് നമ്മളെ ഇക്വലൻ്റ് ബീം. AB അതിൻ്റെ ലെഫ്റ്റ് എൻഡിൽ നിന്ന് 12 മീറ്റർ മാറിയിട്ട് 120 kN ലോഡ് ആക്ട് ചെയ്യുന്നു. ഓക്കെ, 36 മീറ്റർ സ്പാൻ.
ഹാഫ് വരെ 18 മീറ്റർ, ഡി സി ഡിസ്റ്റൻസ് 6 മീറ്റർ, വി എ വി ബി വെർട്ടിക്കൽ റിയാക്ഷൻ ഉണ്ട് അല്ലേ. കാരണം ഹൊറിസോണ്ടൽ റിയാക്ഷൻ അവിടെ 0 ആയിരിക്കും. കാരണം ഇത് സ്ട്രൈറ്റ് ആയിട്ടുള്ളൊരു ബീമാണ് അല്ലേ. സ്ട്രൈറ്റ് ആയിട്ടുള്ള ബീമിൽ ഹൊറിസോണ്ടൽ റിയാക്ഷൻ്റെ വാല്യൂ 0 ആണ്. വി എ വി ബി മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഈക്വലൻറ്റ് ബീം വരച്ചു. അതേ ലോഡിങ് കണ്ടീഷൻ, ആർച്ചിലുള്ള അതേ ലോഡിങ് കണ്ടീഷൻ വരുന്ന രീതിയിൽ സ്ട്രെയിറ്റ് ആയിട്ട് അതേ ഹൊറിസോണ്ടൽ സ്പാനുള്ള ഒരു ബീം, അതാണ് ഈക്വലൻറ്റ് ബീം. ഓക്കെ, അത് നമ്മൾ വരച്ചു. ഇനി ആ ഈക്വലൻറ്റ് ബീമിൽ ഓരോ സ്ഥലത്തും വരുന്ന ബെൻഡിങ് മൊമെൻറ്റിൻ്റെ വാല്യൂസ് ആണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. എ ഡി സി ബി എന്ന് പറഞ്ഞിട്ട് 4 സ്ഥലത്ത് വരുന്ന ബെൻഡിങ് മൊമെൻറ്റിൻ്റെ വാല്യൂസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് എയിൽ വരുന്ന ബെൻഡിങ് മൊമെൻറ്റ് എന്താ? 0 ആണ്. സപ്പോർട്ടിൽ ബെൻഡിങ് മൊമെൻറ്റ് 0 ആണ് അല്ലേ. അതായത് വി എ ഇൻറ്റു അവിടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇല്ല. ഓക്കെ, അപ്പം അത് 0 ആണ് ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് എ. ഇനി ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് ഡി എന്ന് പറയുമ്പം, ഡി എന്ന് പറയുന്ന സ്ഥലത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് എടുക്കുമ്പോൾ എന്തേ ഉള്ളൂ? വി എ ഇൻറ്റു 12 ഉള്ളൂ അല്ലേ. വി എ ഇൻറ്റു 12, വി എ 80 ആണ്. 80 ഇൻറ്റു 12 960 കിലോ ന്യൂട്ടൺ കിട്ടും. കാരണം 120 ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അവിടെ ഇല്ല ഡി എന്ന് പറയുന്ന സ്ഥലത്ത്. ഇനി ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് സി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വി എ ഇൻറ്റു 18 മൈനസ് 120 ഇൻറ്റു 6. അപ്പോൾ വി എ ഇൻറ്റു 18 മൈനസ് 120 ഇൻറ്റു 6. അപ്പോൾ 80 ഇൻറ്റു 18 മൈനസ് 120 ഇൻറ്റു 6 ചെയ്ത് കഴിഞ്ഞാൽ ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് സി ഈസ് ഈക്വൽ ടു 720 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അപ്പം ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് സി ആയി. എ കണ്ടുപിടിച്ചു, ഡി കണ്ടുപിടിച്ചു, സി കണ്ടുപിടിച്ചു. ഇനി ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് ബി സപ്പോർട്ടാണ്. റൈറ്റ് സൈഡിൽ നിന്ന് എടുക്കുമ്പോൾ വി ബി ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 0 ആയതുകൊണ്ട് 0. ഓക്കെ, ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് ബി ഈസ് ഈക്വൽ ടു 0. സപ്പോർട്ട്സിൽ ബെൻഡിങ് മൊമെൻറ്റിൻ്റെ വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈക്വലൻറ്റ് ബീമിൻ്റെ 4 സ്ഥലത്തും വരുന്ന ബെൻഡിങ് മൊമെൻറ്റിൻ്റെ വാല്യൂസ് നമ്മൾ കണ്ടുപിടിച്ചു. സ്റ്റെപ്പ് 3 ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇത് ക്ലിയർ ആണല്ലോ അല്ലേ. നെക്സ്റ്റ് സ്റ്റെപ്പ്, ബെൻഡിങ് മൊമെൻറ്റ് ഡ്യൂ ടു ഹൊറിസോണ്ടൽ റിയാക്ഷൻ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ത്രസ്റ്റ് നമുക്ക് എന്താ വരുന്നത് എന്നുള്ളത് നോക്കാം. ഇതിൽ മാഗ്നിറ്റ്യൂഡ് മാത്രം എഴുതിയാൽ മതി. കാരണം നമ്മൾ ഇക്വേഷനിൽ മൈനസ് എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത് അല്ലേ. ബെൻഡിങ് മൊമെൻറ്റ് ഓഫ് ഈക്വലൻറ്റ് ബീം മൈനസ് ഹൊറിസോണ്ടൽ ത്രസ്റ്റ് ഇൻറ്റു ഓർഡിനേറ്റ് എന്ന് പറഞ്ഞ രീതിയിലാണ് വരുന്നത് അല്ലേ. അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ത്രസ്റ്റ് ഇൻറ്റു റൈസ് എന്ന് പറയുന്ന രീതിയിലാണ് വരുന്നത്. അതുകൊണ്ട് മൈനസ് ഓൾറെഡി ആ ഇക്വേഷനിൽ വരുന്നതുകൊണ്ട് ഇവിടെ നമ്മൾ ഈ സ്റ്റെപ്പിൽ ബെൻഡിങ് മൊമെൻറ്റ് ഡ്യൂ ടു ഹൊറിസോണ്ടൽ റിയാക്ഷൻ ആ മാഗ്നിറ്റ്യൂഡ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. പോസിറ്റീവിൽ ആ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഈ 4 സ്ഥലത്തുള്ള ബെൻഡിങ് മൊമെൻറ്റ് നമുക്ക് അവിടെ കണ്ടുപിടിക്കണം. ഏതൊക്കെയാണ് 4 സ്ഥലം? എ ഡി സി ബി. ഈ 4 സ്ഥലത്തിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹൊറിസോണ്ടൽ റിയാക്ഷൻ മുഖേനയുള്ള ബെൻഡിങ് മൊമെൻറ്റ്. അപ്പോൾ എയിൽ വരുന്ന ബെൻഡിങ് മൊമെൻറ്റ് എന്താ? എച്ച് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇല്ല അല്ലേ. അപ്പം ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് എ ഡ്യൂ ടു ഹൊറിസോണ്ടൽ റിയാക്ഷൻ 0 ആണ്. അടുത്ത ഡി എന്ന് പറയുന്ന സ്ഥലത്ത് വരുന്ന ബെൻഡിങ് മൊമെൻറ്റിൻ്റെ വാല്യൂ എച്ച് ഇൻറ്റു വൈ ഡി. അതായിരിക്കും ഡി എന്ന് പറയുന്ന സ്ഥലത്ത് വരുന്ന ബെൻഡിങ് മൊമെൻറ്റ് ഹൊറിസോണ്ടൽ റിയാക്ഷൻ കാരണം. അടുത്ത സി എന്ന് പറയുന്ന സ്ഥലത്ത് വരുമ്പം എച്ച് ഇൻറ്റു 6 അല്ലെങ്കിൽ എച്ച് ഇൻറ്റു ആർ ആണ് വരുന്നത്. ഓക്കെ, അടുത്ത ബി എന്ന് പറയുന്ന സ്ഥലത്ത് ഹൊറിസോണ്ടൽ റിയാക്ഷൻ ഈ ബിയിലൂടെ തന്നെ പാസ് ചെയ്യുന്നത് കൊണ്ട് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇല്ല. അപ്പം ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് ബി എന്ന് പറയുന്നതും 0 ആണ്. ഓക്കെ, അപ്പോൾ ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് എ ഈസ് ഈക്വൽ ടു 0. ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് ഡി ഈസ് ഈക്വൽ ടു എച്ച് ഇൻറ്റു വൈ ഡി. എച്ച് എന്ന് പറയുന്ന 120 ആണ്. വൈ ഡി കണ്ടുപിടിക്കാൻ നമ്മുടെ കയ്യിൽ ഇക്വേഷൻ ഉണ്ട്. 4RX ഇൻറ്റു എൽ മൈനസ് എക്സ് ഡിവൈഡ് ബൈ എൽ സ്ക്വയർ. 4 ഇൻറ്റു ആറിൻ്റെ വാല്യൂ 6 ഇൻറ്റു എക്സിൻ്റെ വാല്യൂ 12, ലെഫ്റ്റ് സൈഡിൽ നിന്ന് 12 മീറ്റർ മാറിയിട്ടാണ്, ഡിവൈഡ് ബൈ എൽ സ്ക്വയർ 36 സ്ക്വയർ ഇൻറ്റു എൽ 36 മൈനസ് 12 5.33. അത് കിട്ടിക്കഴിഞ്ഞിട്ട് എം ഡിൻ്റെ ഇക്വേഷനിൽ ബെൻഡിങ് മൊമെൻറ്റ് ഡി 120 ഇൻറ്റു വൈ ഡി അതായത് 5.333 640 കിലോ ന്യൂട്ടൺ മീറ്റർ കിട്ടും. ഓക്കെ, ഇനി അടുത്ത എം സി എന്ന് പറയുമ്പം നേരത്തെ പറഞ്ഞിരുന്നു എച്ച് ഇൻറ്റു ആ റൈസാണ് വരുന്നത് അല്ലേ. അപ്പോൾ എച്ച് ഇൻറ്റു 6 120 ഇൻറ്റു 6 720 കിലോ ന്യൂട്ടൺ മീറ്റർ. അപ്പോൾ ഇക്വലൻറ്റ് ബീമിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് സിയും ഈ ഹൊറിസോണ്ടൽ റിയാക്ഷൻ മുഖേനയുള്ള ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് സിയും 720 കിലോ ന്യൂട്ടൺ മീറ്റർ ആണ്, സെയിം ആണ്. എന്നാലേ അവിടെ നെറ്റ് ബെൻഡിങ് മൊമെൻറ്റ് 0 ആയി വരുള്ളൂ അല്ലേ. ഓക്കെ, എം ബി ഈസ് ഈക്വൽ ടു 0 കിലോ ന്യൂട്ടൺ മീറ്റർ. അപ്പോൾ ഹൊറിസോണ്ടൽ റിയാക്ഷൻ മുഖേന വരുന്ന ഈ 4 സ്ഥലത്തും വരുന്ന ബെൻഡിങ് മൊമെൻറ്റ് നമ്മളവിടെ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇനി നമുക്ക് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കാം. ഓക്കെ, ഇതാണ് നമ്മളെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം. ഓക്കെ, ഇതെങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം ഇതാണ് നമ്മളെ ആർച്ച് എ ഡി സി ബി. ഓക്കെ, അപ്പോൾ ആർച്ച് നമ്മൾ ക്വസ്റ്റ്യനിൽ നമ്മൾ വരച്ച പോലെ തന്നെ വരച്ചിട്ടുണ്ട്.
അപ്പോൾ ഇതിൽ നിന്ന് എന്ത് ചെയ്യുക, ഡോട്ടഡ് ലൈനിൽ താഴോട്ട് വരയ്ക്കുക. എ എന്ന് പറയുന്ന പോയിന്റിനും അതേപോലെ ഡി എന്ന് പറയുന്ന പോയിന്റിൽ ഡോട്ടഡ് ലൈനിൽ താഴോട്ട് വരച്ചു. സി എന്ന് പറയുന്ന പോയിന്റ് ഡോട്ടഡ് ലൈനിൽ താഴോട്ട് വരച്ചു. ബി എന്ന് പറയുന്ന പോയിന്റ് ഡോട്ടഡ് ലൈനിൽ താഴോട്ട് വരച്ചു. ഓക്കെ, അപ്പോൾ ഈ 4 കറസ്പോണ്ടിങ് പോയിന്റിലാണ് നമ്മൾ ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഡോട്ടഡ് ലൈനിൽ താഴോട്ട് വരച്ചു. ഇനി നമ്മൾ ബേസ് ലൈൻ ഇവിടെ വരച്ചു. ബേസ് ലൈൻ എ ഡി സി ബി, ഇതാണ് നമ്മളെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രത്തിൻ്റെ ബേസ് ലൈൻ. ഓക്കെ, അതായത് എ ഡി എന്ന് പറയുന്നത് 12 മീറ്റർ ആണ്, സി ബി എന്ന് പറയുന്നത് 18 ആണ്. ഇപ്പം ഈ ഡിസ്റ്റൻസ് 36, 18 മൈനസ് 12, 6 മീറ്റർ ആണ് ഇവിടുത്തെ ഡിസ്റ്റൻസ് വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഡിസ്റ്റൻസ് ഒക്കെ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വരയ്ക്കേണ്ടത് ആദ്യം ഈക്വലൻ ബീമിൽ വന്നിരിക്കുന്ന ബെൻഡിങ് മൊമെൻറ്റിൻ്റെ ഡയഗ്രാം വരയ്ക്കാം. ഓക്കെ, അപ്പം നമുക്ക് എ എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന ബെൻഡിങ് മൊമെൻറ്റ് എത്രയാണ്? ഈക്വലൻ ബീമിൻ്റെ 0 ആണ്. ഡി എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് എത്രയാണ്? 960 ആണ്. അപ്പോൾ ഞാൻ അവിടെ 960 എന്ന് മാർക്ക് ചെയ്തു. ഒരു വാല്യൂ കുറച്ച് 0 ആണ്, 0 കുറച്ച് വാല്യൂ കൂടുതൽ വന്നു. കാരണം ബാക്കിയുള്ള വാല്യൂ പിന്നെ 720 ആണ് അല്ലേ, അപ്പോൾ അതിനേക്കാളും കുറവ് വാല്യൂ, അപ്പം കുറച്ച് കൂടുതൽ വരുന്ന രീതിയിൽ 960 ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു. ഓക്കെ, അടുത്ത ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് സി നോക്കി. ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് സി എന്ന് പറയുന്നത് എത്രയാണ്? 720 ആണ്. അപ്പോൾ 960നേക്കാളും കുറച്ച് താന്നിട്ടായിരിക്കും. അപ്പോൾ സിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 960നേക്കാളും താന്ന് വരുന്ന രീതിയിൽ ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു. ഇനി അടുത്ത ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് ബി എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, അപ്പോൾ അതും മാർക്ക് ചെയ്തു. അപ്പോൾ ഇത് പോയിന്റ് ലോഡ് ആയതുകൊണ്ട് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രത്തിൻ്റെ വേരിയേഷൻ എങ്ങനെയായിരിക്കും? സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇവിടുന്ന് സ്ട്രെയിറ്റ് ആയിട്ട് 960ലേക്ക് വന്നു, 960 എന്നത് 720ലേക്ക് വന്നു. ഓക്കെ, 720 എന്നത് 0ലേക്ക് വന്നു. അപ്പോൾ സ്ട്രെയിറ്റ് ലൈന് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? അതിനെ കണക്ട് ചെയ്ത് വരച്ചു. അപ്പോൾ ഒരു ട്രയാങ്കുലർ ഷേപ്പിലാണ് കിട്ടുക. ഒരു സിംഗിൾ പോയിന്റിലൂടെ ആക്ട് ചെയ്യുമ്പോൾ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം എന്തായിരിക്കും? ഷേപ്പ് ട്രയാങ്കിൾ ആയിരിക്കും. അപ്പോൾ ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഒരു ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം ഇക്വലൻ ബീമിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് വെച്ചിട്ട് ഡയഗ്രാം വരച്ചപ്പം കിട്ടി. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്തേക്ക് ഹൊറിസോണ്ടൽ റിയാക്ഷൻ മുഖേനയുള്ള ബെൻഡിങ് മൊമെൻറ്റിൻ്റെ വാല്യൂസും കൂടി വരയ്ക്കാം. ഓക്കെ, അപ്പം bending moment due to horizontal reaction A 0, bending moment at D 640 എന്നുള്ളതാണ് അല്ലേ, 640 ആണ്. bending moment at C 720 ആണ്. അപ്പം ഇത് ഒരു ആർച്ച് പോലെ തന്നെയാണ് ഉണ്ടാവുക അല്ലേ, കേവായിട്ടാണ്, പാരബോളിക് കേവാണ്. അപ്പോൾ ജസ്റ്റ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് പാരബോളിക്കായിട്ട് 640 ടച്ച് ചെയ്ത് 720 മാക്സിമം ക്രൗൺ പോയിൻ്റ് പോലെ വന്നിട്ട് അത് ബിയിലേക്ക് വന്ന് എൻഡ് ചെയ്യും. ജസ്റ്റ് ഒരു കേവ് തന്നെയാണ്, ഒരു ആർച്ച് പോലെ തന്നെയാണ് ഉണ്ടാവുക അല്ലേ. ഒരു ആർച്ച് പോലെ തന്നെ വരച്ചു എച്ച് മുഖേനയുള്ള. കാരണം ഓരോ ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ചിട്ട് അവിടെ വരുന്ന ബെൻഡിങ് മൊമെൻറ്റ് വാല്യൂ ഇൻക്രീസ് ചെയ്ത് വന്നു. മാക്സിമം അത് സെൻറ്ററിൽ വരും, പിന്നെ അതിന് ശേഷം കുറഞ്ഞ് വരിക ചെയ്യാം. അപ്പോൾ അത് ഞാനിവിടെ വരച്ചു 720 പാസ് ചെയ്യുന്ന രീതിയിൽ. 640 960 ആണ് ഈക്വലൻ ബീമിൻ്റെ, ഇവിടെ 640 വരുന്നത്, പാസ് ചെയ്യുന്ന രീതിയിൽ വരച്ചു. ഇനി ഇവിടെ നോക്കുമ്പം ഈ ഹൊറിസോണ്ടൽ മുഖേന വരച്ചിട്ടുള്ള ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രത്തിൻ്റെ മേലോട്ട് ആണ് ഈ പോർഷൻ വരുന്നത്. അപ്പോൾ അതിനെ ഷെയ്ഡ് ചെയ്യാം. അപ്പോൾ ആ സ്ഥലത്ത് വരുന്ന ബെൻഡിങ് മൊമെൻറ്റിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് ഇതാണ്, ഈ പോർഷനാണ് ബെൻഡിങ് മൊമെൻറ്റ്. ഇനി അതേപോലെ ഇതിൻ്റെ താഴോട്ടാണ് ഇവിടെ വരുന്നത്. ഇത് നമ്മൾ ബേസ് ലൈനായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ ഹൊറിസോണ്ടൽ റിയാക്ഷൻ കാരണമുള്ള ബെൻഡിങ് മൊമെൻറ്റിൻ്റെ ആ ഡയഗ്രാം നമ്മൾ ബേസ് ലൈനായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ ആർച്ചിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു കേവാണ് ബേസ് ലൈൻ. അതിൻ്റെ മേലോട്ട് വരുന്നത് പോസിറ്റീവും താഴോട്ട് വരുന്ന നെഗറ്റീവും എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാം. ഓക്കെ, കാരണം ഇവിടെ കൂടുതൽ ഇക്വലൻ ബീമിൻ്റെ ബെൻഡിങ് മൊമെൻറ്റാണ്. അപ്പോൾ ഇക്വലൻ ബീമിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് മൈനസ് നമ്മുടെ ഹൊറിസോണ്ടൽ റിയാക്ഷൻ മുഖേയുള്ള ബെൻഡിങ് മൊമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 960 - 640 വാല്യൂ പ്ലസ് തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു വാല്യൂ ഇവിടുത്തെ വരുന്ന വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 960 - 640 ആണ്. അതേപോലെ ഓരോ സ്ഥലത്തും എന്തുണ്ട്? ഓരോ സ്ഥലത്തും ബെൻഡിങ് മൊമെൻറ്റിന് വാല്യൂ വരുന്നുണ്ട്. ഇവിടെ സി എന്ന് പറയുന്ന പോയിന്റിൽ ബെൻഡിങ് മൊമെൻറ്റിൻ്റെ വാല്യൂ 0 ആണ്. അതിനുശേഷം ഇപ്പോഴത്തെ സൈഡിലേക്ക് വന്നപ്പോൾ ഹൊറിസോണ്ടൽ റിയാക്ഷൻ കാരണമുള്ള ബെൻഡിങ് മൊമെൻറ്റാണ് കൂടുതൽ. അപ്പോൾ ഈ വാല്യൂസ് എന്തായിരിക്കും? മൈനസ് ആയിരിക്കും. ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇതാണ് നമ്മൾ ഈ ഷെയ്ഡഡ് പോർഷനാണ് നമ്മളെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം. ബെൻഡിങ് മൊമെൻറ്റിൻ്റെ വാല്യൂസ് ഓരോ സ്ഥലത്തുള്ള ഈ ഷെയ്ഡഡ് പോർഷന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ഇത് ക്ലിയർ ആയോ? ഈ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരച്ചത് ഇത്രയേ ഉള്ളൂ. ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം അതായത് രണ്ടും ഇതിൻ്റെ ഈ ഡയഗ്രത്തിൻ്റെ മേലോട്ട് വരുന്ന പോർഷൻ ഇവിടെ വന്നു ഷെയ്ഡ് ചെയ്തു, ഇതിന് താഴോട്ട് വരുന്ന പോർഷൻ ഷെയ്ഡ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ബെൻഡിങ് മൊമെൻറ്റ് ഡ്യൂ ടു ഇക്വലൻ ബീം, ഇത് ബെൻഡിങ് മൊമെൻറ്റ് ഡ്യൂ ടു ഇക്വലൻ ബീമാണ്, അതിൻ്റെ ഡയഗ്രാണ്. ഇത് ബെൻഡിങ് മൊമെൻറ്റ് ഡ്യൂ ടു ഹൊറിസോണ്ടൽ റിയാക്ഷൻ. ഇത്
ഓക്കെ, ഇത് ക്ലിയർ ആയോ? സിമ്പിളാണ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടിയിട്ട്. ഈക്വലൻ്റ് ബീമിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രത്തിൻ്റെ ലൈനിൻ്റെയും ഹൊറിസോണ്ടൽ റിയാക്ഷൻ മുഖേനയുള്ള ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രത്തിൻ്റെ ലൈനിൻ്റെയും അകത്ത് വരുന്ന ഉള്ളിൽ വരുന്ന പോർഷനാണ് ഷെയ്ഡ് ചെയ്യേണ്ടത്. അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടായിരുന്നോ? അപ്പം ഇതാണ് നമ്മളെ ഈക്വലൻ്റ് ബീമിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രത്തിൻ്റെ ലൈൻ. അതേപോലെ ഇത് നമ്മുടെ ഹൊറിസോണ്ടൽ റിയാക്ഷൻ മുഖേനയുള്ള ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രത്തിൻ്റെ ലൈൻ. ഈ ലൈനിൻ്റെ ഉള്ളിൽ വരുന്ന പോർഷൻ, ഈ ലൈനുകളുടെ ഉള്ളിൽ വരുന്ന പോർഷൻ, ഈ ലൈന് ഈക്വലൻ്റ് ബീമിൻ്റെയാണ്, ഇത് ഹൊറിസോണ്ടൽ റിയാക്ഷൻ്റെ ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്നത് ഈ രണ്ട് ലൈനിൻ്റെ ഉള്ളിൽ വരണം, ആ പോർഷൻ വേണം ഷെയ്ഡ് ചെയ്യാൻ. അതേപോലെ ഇപ്പുറത്തെ സൈഡിൽ നോക്കുമ്പോൾ ഇത് ഹൊറിസോണ്ടൽ റിയാക്ഷൻ മുഖേനയുള്ള ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രത്തിൻ്റെ ലൈൻ, ഇത് ഈക്വലൻ്റ് ബീമിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രത്തിൻ്റെ ലൈൻ, ഈ രണ്ട് ലൈനുകളുടെ ഉള്ളിൽ വരുന്ന പോർഷൻ. ഓക്കെ, അങ്ങനെയാണ് ഷെയ്ഡ് ചെയ്യേണ്ടത്. അതിൽ ഡൗട്ട് ഉണ്ടായിരുന്നില്ലല്ലോ? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ ഡയഗ്രാം വരയ്ക്കുന്നത്? ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് പ്രോബ്ലം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. അപ്പോൾ ഈ കാര്യങ്ങളൊന്ന് നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, ദെൻ ബൈ, താങ്ക് യു.